ഷിംല കരാർ റദ്ദാക്കുമെന്നാണ് പാകിസ്ഥാന്റെ പ്രഖ്യാപനം. എന്താണ് ഷിംല കരാർ? ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വി.കെ. സുഹേൽ ചേരുന്നുണ്ട്. സുഹേലിലേക്ക്. ഷിംല കരാറിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറുന്നു എന്നതിന്റെ അർത്ഥം സമാധാനത്തിന്റെ വഴി പാകിസ്ഥാൻ അടയ്ക്കുന്നു എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ ഇതൊരു യുദ്ധപ്രഖ്യാപനം കൂടിയാണ്. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. 1972 ജൂലൈ 2-നാണ് ഈ ഷിംല കരാർ ഉണ്ടാകുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും പാക് പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിലാണ് ഈ കരാർ ഉണ്ടായത്. അതേപോലെ തന്നെ ഷിംല കരാറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് 1971 വളരെ പ്രസിദ്ധമായ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം എങ്ങനെയാണ് സമാധാനത്തിലേക്ക് വരിക എന്നതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ഇതുണ്ടായത്. എന്ന് മാത്രമല്ല, ഈ പേര് വരാനുള്ളൊരു കാരണം ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ചാണ് രണ്ട് നേതാക്കളും കൂടിക്കാഴ്ച നടത്തി ഈ കരാറിൽ ഒപ്പിട്ടത് എന്നത് കൊണ്ടുകൂടിയാണ് ഷിംല കരാർ എന്നറിയപ്പെടുന്നത്. എന്തായിരുന്നു ഈ കരാറിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ഈ രണ്ട് യുദ്ധത്തിനു ശേഷവും നടന്ന വളരെ സുപ്രധാനമായ സമാധാന നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഈ കരാർ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനമായത് യുദ്ധാനന്തര ബന്ധം പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അത്രയേറെ അകന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ ഘട്ടത്തിലാണ് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ കരാറിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് പിടിച്ചെടുത്ത പാക് പ്രദേശങ്ങൾ ഇന്ത്യ തിരികെ നൽകി എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട ഒരു യുദ്ധമായിരുന്നു അത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയ തിരിച്ചടികൾ ഉണ്ടായി. പാകിസ്ഥാന്റെ കുറേയേറെ പ്രദേശങ്ങൾ നഷ്ടമായി. ആ പ്രദേശങ്ങളെല്ലാം തിരിച്ചു കൊടുക്കാൻ ഇന്ത്യ സന്നദ്ധമായി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, യുദ്ധ തടവുകാരെ ഇന്ത്യ വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. 93,000-ഓളം യുദ്ധ തടവുകാരെയാണ് പാകിസ്ഥാന്റെ സൈനികരെ അടക്കം ഇന്ത്യ പിടിച്ചെടുത്തിരുന്നത്. അവരെ മുഴുവൻ വിട്ടയക്കാൻ ഇന്ത്യ തയ്യാറായി. അതായിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് കാരണമായ ഒരു കരാർ കൂടിയാണിത്. അന്നത്തെ യുദ്ധത്തിൽ പാകിസ്ഥാന് ബംഗ്ലാദേശിന് നഷ്ടമാകുന്നു. അതിന് ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിന്റെ കൂടെ നിന്ന് പൊരുതിയത് ഇന്ത്യയായിരുന്നു എന്ന് നമുക്കറിയാം. പാകിസ്ഥാൻ അത് അംഗീകരിച്ചിരുന്നില്ല. തത്വത്തിൽ അത് അംഗീകരിക്കാനും ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കാനും കാരണമായത് ഈ ഷിംല കരാറായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിയന്ത്രണ രേഖ പാകിസ്ഥാൻ അംഗീകരിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ലൈൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിൽ വരച്ച വര, അത് അംഗീകരിക്കാൻ ഈ ഷിംല കരാറിലൂടെ പാകിസ്ഥാൻ തയ്യാറായി. അത് ഒരു ഇന്റർനാഷണൽ ബോർഡറാക്കി പിന്നീട് മാറ്റണം എന്നൊക്കെയായിരുന്നു സുൽഫിക്കർ അലി ഭൂട്ടോയോട് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് അത്തരം നീക്കങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് സത്യമാണെങ്കിൽ പോലും ഈ ലൈൻ ഓഫ് കൺട്രോൾ അംഗീകരിക്കാൻ പാകിസ്ഥാൻ സന്നദ്ധമായി എന്നുള്ളതാണ്. അതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ ലൈൻ ഓഫ് കൺട്രോൾ അംഗീകരിക്കില്ല എന്നും അത് കടന്ന് മുന്നോട്ട് വരാം എന്നുള്ളത് കൂടി ആണ് പാകിസ്ഥാന്റെ ഈ പ്രഖ്യാപനത്തിലൂടെ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും സുപ്രധാനമായ വഴി ഇതായിരുന്നു. ഈ പ്രശ്നപരിഹാരത്തിന്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന്, പ്രത്യേകിച്ചും കശ്മീരിന്റെ കാര്യത്തിലുള്ള പ്രശ്നപരിഹാരത്തിന് ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ അതിന് വഴി കണ്ടെത്തൂ, യുദ്ധത്തിലേക്ക് പോകില്ല എന്നുള്ളതായിരുന്നു. ഈ ഒരു നയമാണ് യഥാർത്ഥത്തിൽ ഷിംല കരാറിന്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ അതിന് ആണിക്കല്ല് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പിൻവാങ്ങുന്നതോടുകൂടി ഒരു യുദ്ധപ്രഖ്യാപനമാകും എന്ന് പറയാനുള്ള കാരണം കൂടി അതാണ്. മറ്റൊന്ന്, യുഎനോ മറ്റു സംവിധാനങ്ങളോ പ്രശ്നത്തിൽ ഇടപെടില്ല. പ്രത്യേകിച്ചും കശ്മീരിന്റെ വിഷയത്തിൽ യുഎനിലേക്കോ മറ്റു സംവിധാനങ്ങളിലേക്കോ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. കശ്മീർ പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്ത് തന്നെ പരിഹരിക്കണം എന്നുള്ളതായിരുന്നു ഈ ഷിംല കരാറിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇന്ത്യ ഉന്നയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അക്കാര്യത്തിൽ പല നീക്കുപോക്കുകൾ ഉണ്ടായി. യുഎന്നിന്റെ പല ബോഡികളിലും കശ്മീർ വിഷയം പാകിസ്ഥാൻ ഉന്നയിച്ചു. അതെല്ലാം ഈ കരാറിന്റെ ലംഘനമായിരുന്നു. പക്ഷേ പൂർണ്ണമായും ഈ കരാറിൽ നിന്നും പിൻവാങ്ങുന്നു എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിക്കുന്നത് ഇപ്പോഴാണ്. അത് ഒരു യുദ്ധ പ്രഖ്യാപനമാണോ, സമാധാന